ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നോമ്പ് എടുക്കുന്നവന് 2 സന്തോഷം ലഭിക്കുമെന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്നാമത്തെ സന്തോഷം നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന 2 സന്തോഷങ്ങളെക്കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറഞ്ഞത്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ലൗ അലിമസ്സായിമു മാ ഫിസ്സൗമി മിൻ ദല്ല ലമാ തമന്ന ഇൻഖിദാഹ്. ഒരു നോമ്പുകാരൻ നോമ്പിൽ എന്താണ് ഇരിക്കുന്നതെന്ന്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നോമ്പ് ഒരിക്കലും തീരുവാൻ അവൻ ആഗ്രഹിക്കുകയില്ല. അതായത് നോമ്പിൻ്റെ സന്തോഷം, ഒരു വിശ്വാസിക്ക് ഇനി ലഭിക്കാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നോമ്പ് 2 സന്തോഷങ്ങൾ തരുന്നതിനെക്കുറിച്ച് ഇമാം ഗസാലിയും അതുപോലെ തന്നെ ഇമാം റാസിയും വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചിട്ടല്ല. ഇത്രയും നേരം വിശന്നിരുന്ന് കുറച്ചു നേരം ഇനി മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാം എന്ന സന്തോഷത്തെക്കുറിച്ചല്ല. പകരം അള്ളാഹു എന്നോട് കൽപ്പിച്ച വേണ്ട തരത്തിലുള്ള നോമ്പ്, എല്ലാ ഷർത്തുകളും എല്ലാ ഫർളുകളും പാലിച്ചുകൊണ്ട് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷമാണ്. ആ സന്തോഷമാണ് ഒരു വിശ്വാസിക്ക് നോമ്പിലൂടെ ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത്, ആ മാസം മുഴുവനും അങ്ങനെ നോമ്പെടുത്തതിന് ശേഷം അള്ളാഹുവിനെ കണ്ടെത്തുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ചിട്ടാണ് രണ്ടാമത്തെ സന്തോഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ 2 സന്തോഷവും കിട്ടുന്ന നല്ലവരായ വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. പരിശുദ്ധ ഖുർആനിൽ നോമ്പിനെക്കുറിച്ച് പറഞ്ഞ ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാം. സൂറ ബഖറയിലെ 183-ാമത്തെ ആയത്ത് മുതൽ ഈ റമളാനും നോമ്പുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണുള്ളത്. അതിൽ നോമ്പെന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്, ഇന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമായ നമ്മൾക്ക് മാത്രം നിർബന്ധമാക്കിയതല്ല എന്ന് പറയുന്നൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മുൻകാല സമൂഹത്തിനും കൂടി പഠിപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. അതിന് കണ്ടീഷനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ലഭിക്കുവാൻ വേണ്ടി എന്നും അർത്ഥമാക്കാം, തഖ്വ ലഭിച്ചേക്കാം എന്നും അർത്ഥമാക്കാം. ആ തരത്തിലാണ് ലഅല്ല എന്ന് പറയുന്ന അറബി ഭാഷാ പ്രയോഗമുള്ളത്. കാരണം മുൻകാല സമൂഹങ്ങളിലും ഇതേ നിയമങ്ങളും ഇതേ ആരാധനകളും അല്ലാഹു സുബ്ഹാനഹു കൊടുത്തിരുന്നു. സൂറ ബയ്യിനയിൽ ഇത് കുറച്ചും കൂടെ വിശദമാക്കുന്നുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയൂത്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിം. അവിടെ ഈ മുൻകാല സമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗത്തെടുത്ത് പറയുന്നത് നോമ്പ്, ഈ നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചുമാണ്. ഈ ആയത്തിൽ പറയുന്നത് നോമ്പിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് അവിടെ പറയുന്നത്. ഹുനഫാ മുഖ്ലിസീന ലഹുദ്ദീൻ, മുഴുവൻ ദീനും, നമ്മുടെ ഉദ്ദേശവും ശുദ്ധിയും നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധമായി അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമായി നൽകുന്നവരായിക്കൊണ്ട്. ഹുനഫാ, നേർവഴി തിരഞ്ഞെടുക്കുന്ന ആ വഴി പോകുന്നവരായിക്കൊണ്ട്. വയുഖീമുസ്സലാത്ത വയൂത്തുസ്സകാത്ത്, നമസ്കാരം നിർവഹിക്കുകയും അതനുസരിച്ച് അതിൻ്റെ കൂടെ മനുഷ്യനെക്കുറിച്ച്, നമസ്കാരത്തിലൊരു പ്രത്യേകം നമുക്കറിയാം, മുനാജാത്തുള്ളയാണ്. നമസ്കാരത്തിൽ എന്താ നടക്കുന്നതെന്ന് പുറത്തുള്ള ആൾക്കറിയില്ല. നമസ്കാരത്തിനുള്ളിൽ നടക്കുന്നത് പടച്ചവൻ നമ്മളുള്ള രഹസ്യ സംഭാഷണമാണ്. മുനാജാത്തുള്ള എന്നാണ് ഹദീസിൽ നമുക്കതിനെ കാണാൻ കഴിയുന്നത്. സക്കാത്ത്
നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് എൻ്റെ സമ്പത്ത് മാത്രമല്ല എന്നും എൻ്റെ കൂടെയുള്ളവനും കൂടി അർഹതപ്പെട്ടതാണെന്നും പറയുന്ന ഒരു ആശയമാണ് സക്കാത്തിനുള്ളത്. അതും നൽകുന്നവരാണ്. അള്ളാഹുവിനുള്ളത് അള്ളാഹുവിനും അള്ളാഹു പറഞ്ഞ പ്രകാരം തൻ്റെ കൂടെയുള്ള സഹജീവികൾക്കും കൊടുക്കുന്നതിനാണ് സക്കാത്തും എന്ന് പറയുന്നത്. അതും നിർവഹിക്കുന്നവരാണ്. അതും ചെയ്യാനാണ് മുൻകാല സമൂഹത്തിലുള്ളവർ കൽപ്പിക്കപ്പെട്ടുള്ളത്. അത് മാത്രമേ കൽപ്പിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നു. ഫദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ ദീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന് ശേഷം പറയുന്നു. അവിടെ മുഖ്ലിസ് എന്ന പദം ഉപയോഗിക്കുന്നു. ഇഖ്ലാസ് എന്ന് പറയുന്ന ആത്മാർത്ഥതയും നിഷ്കളങ്കതയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനുശേഷം അവിടെ ഹനീഫിയത്ത്, ശരിയായ മാർഗം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ആയത്തിൻ്റെ അവസാനം ദീനുൽ ഖയ്യിം, ചൊവ്വായ ദീൻ ഏതാണെന്ന് വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നു. അത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ആയത്തിനും ചേർത്ത് വെക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ നിങ്ങൾക്ക് നോമ്പിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ നമ്മളുടെ ഇത്രയും കാലത്തെ നോമ്പുകളും നിമിഷങ്ങളും ഭക്ഷണവും സാധനവും ഒഴിവാക്കുന്നതെല്ലാം വേസ്റ്റായി പോകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേറെ ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുക്കുകയും വാ തുറന്നാൽ കള്ളവും വേണ്ട വൃത്തികെട്ട വാക്കും പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ നോമ്പ് പടച്ചവന് വേണ്ട എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാം. തഖ്വ ലഭിച്ചേക്കാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ഈ ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പാരായണം ചെയ്ത 185-ാമത്തെ ആയത്തിലും ഇതേ രീതിയിൽ വിശദീകരിച്ച് പറയുന്നത് കാണാം. എന്തിനാണ് നോമ്പ് നിങ്ങൾക്ക് തന്നത്? ഒന്ന് തഖ്വയ്ക്ക് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഇസ്ലാമിൽ നോമ്പെന്ന പോലെ ഏത് ആരാധന കർമ്മവും ഏത് റിച്വലുകളും നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ്. നോമ്പ് എങ്ങനെയാണ് നമുക്ക് എളുപ്പമാകുന്നത്? ഒരു 30 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം ഭക്ഷണം ഒഴിവാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എളുപ്പമാവുന്നത്? നമ്മൾ വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പിന് മുമ്പ് തന്നെ നോമ്പിന് തയ്യാറെടുക്കണമെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ശഅബാൻ മാസം അതിലുള്ള മാസമാണ്. നമ്മളിപ്പോൾ നോമ്പിനെ വരവേൽപ്പുള്ള പ്രോഗ്രാമിലാണല്ലോ. നോമ്പ് 30 ദിവസത്തെ നോമ്പ് എടുക്കുവാൻ ശഅബാൻ മാസത്തിൽ തന്നെ, പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൽ തന്നെ തയ്യാറെടുക്കണമെന്ന് പറയുന്നു. നോമ്പ് എടുത്തുകൊണ്ട് നോമ്പിൻ്റെ പ്രയാസം കുറയ്ക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ കൂടെ തന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നവർ ശഅബാൻ മാസത്തിൽ കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലിക്കാൻ കഴിയണം. രാവിലെ മുതൽ മഗ്‌രിബ് വരെയും ഒരുപാട് ചായ കുടിച്ച് ശീലിക്കുന്നവർ ചായ കുടിയുടെ എണ്ണം കുറയ്ക്കാൻ കഴിയണം. അതായത് ഫിസിക്കലി നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നത്തെ തയ്യാറെടുക്കാൻ ഇപ്പോഴേ നമ്മൾ തീരുമാനിക്കണം. നോമ്പിലൂടെ നമ്മൾ എടുക്കുന്ന ക്ഷീണത്തെ കൺട്രോൾ ചെയ്യുവാൻ ശഅബാൻ മാസത്തിൽ ഇപ്പോഴേ നമ്മൾ ശീലിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ആ തരത്തിൽ പ്രയാസമില്ലാതാക്കുന്ന തരത്തിലേക്ക് വിശ്വാസി നോമ്പിനെ സമീപിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് പ്രയാസം ഇഷ്ടപ്പെടുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. ഇത് പറഞ്ഞതിന് ശേഷം അതായത് എളുപ്പമാണ് നോമ്പ് നിങ്ങൾക്ക് തരുന്നത്, സൗകര്യങ്ങളാണ് നോമ്പ് നിങ്ങൾക്ക് തരുന്നത്. ജോലി ചെയ്യേണ്ടതില്ലല്ലോ, നോമ്പ് സമയത്ത് ജോലി ചെയ്യേണ്ടതില്ല. നോമ്പ് സമയത്ത് മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുപോകാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലി തുകമ്മിലുൽ ഇദ്ദ, നോമ്പിൻ്റെ മറ്റൊരു ഉദ്ദേശത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുവാൻ വേണ്ടി. കാരണം ഈ നേരത്തെ യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന് പറയുന്ന അതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എണ്ണം പൂർത്തീകരിക്കാനും വേണ്ടി. കാരണം നമുക്കറിയാം ഖുർആനിലെ മറ്റു പല ഭാഗങ്ങളിലും നോമ്പ് വിശദീകരിക്കുന്ന ഭാഗങ്ങളെല്ലാം യാത്രക്കാരനും രോഗമുള്ളവനും മറ്റു പല സാരമായ കാരണങ്ങൾ ഉള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാമെന്ന് പറയുന്നു. എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും വത്തഖുല്ലാഹ മസ്തതഅതു, നിങ്ങൾ കഴിയും വിധം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് എങ്ങനെ നോമ്പെടുക്കാം എന്നും കൂടി ആലോചിക്കാനുള്ള ഓപ്ഷനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലി തുകമ്മിലുൽ ഇദ്ദ എന്ന ആശയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നോമ്പ് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നോമ്പ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് അള്ളാഹുവിൻ്റെ നാമം തക്ബീർ ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ്. പടച്ചവനെ ഈ നോമ്പെടുക്കാനുള്ള ചാൻസ് നീ തന്നല്ലോ, നോമ്പിലേക്ക് നീ എന്നെ അടുപ്പിക്കുന്നല്ലോ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ, ഞാനൊന്നുമല്ല, നീയാണ് തീരുമാനിക്കുന്നവൻ എന്നുള്ള ചിന്ത ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് റമളാൻ മാസം അല്ലെങ്കിൽ നോമ്പ് നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു വെച്ച് തരുന്നത്.
അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഅല്ലക്കും തഷ്കുറൂൻ, ഇതൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം, അല്ലെങ്കിൽ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി. നോമ്പ് നമ്മൾ ശുക്ർ കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നോമ്പുള്ളത്. എന്തിൻ്റെ ശുക്റാണ്? ഒന്ന് ഹിദായത്ത് നൽകിയതിൻ്റെ ശുക്ർ, മറ്റൊന്ന് ഈ ആയത്ത് തന്നെ തുടങ്ങുന്ന ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തന്നെ പറഞ്ഞിട്ടാണല്ലോ. ഈ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്, ഈ മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്, ഈ മാസത്തിലാണ് നമ്മുടെ തലവരകൾ നിർണ്ണയിക്കപ്പെടുന്നത്, നമ്മുടെ വിധികൾ നിർണ്ണയിക്കപ്പെടുന്നത്. അതെല്ലാം ഉള്ള മാസമായതുകൊണ്ട്, ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട്, ആ ഖുർആനിലൂടെ ഒരു നല്ല ജീവിതം ജീവിക്കാനുള്ള മാർഗരേഖ നമുക്ക് തന്നതുകൊണ്ട് അതിൻ്റെ നന്ദിയായിട്ട് നോമ്പെടുക്കണമെന്നാണ്, അല്ലെങ്കിൽ ആ നന്ദി പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് ചാൻസ് തരുന്നു എന്നാണ് റമളാൻ മാസത്തിലൂടെ അള്ളാഹു നമ്മൾ മുന്നോട്ട് വെച്ച് തരുന്ന ഒരാശയം, ഒരു കണ്ടീഷൻ. ഇതിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റമളാൻ മാസം എന്ന് പറയുന്നത് ഷേഖ് മുഹീദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം റമളാൻ മാസത്തെ 3 രീതിയിൽ വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹം പറയുന്നത് റമളാൻ മാസം ഒന്ന് സൗമുൽ ഉമൂം, ഒരു ഘടകം. അദ്ദേഹത്തിൻ്റെ ഒനിയത്തു താലിബീൻ എന്ന് പറയുന്ന കിതാബിലാണ് ഇത് വിശദീകരിക്കുന്നത്. ഇത് പൊതു ശരീഅത്ത് പാലിക്കാനുള്ള നോമ്പാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ്. എന്താണ് വർജിക്കാൻ പോകുന്നത് അത് വർജിച്ച്, ഭക്ഷണവും ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള നോമ്പ്, അത് എല്ലാവരും ഒരുപോലെ സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞത് സോമുൽ ഖുസൂസ്, കുറച്ചും കൂടെ സ്പെഷ്യലായ ആൾക്കാരുടെ നോമ്പാണ്. ആ നോമ്പ് ഇറങ്ങുന്നത് അവൻ്റെ സെൻസസിലേക്ക്, ഇന്ദ്രിയങ്ങളിലേക്ക്, അവയവങ്ങളിലേക്ക് നോമ്പിറങ്ങുക. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ തൊടലുകളിലും, നമ്മുടെ കേൾവികളിലും, കാഴ്ചകളിലുമെല്ലാം നോമ്പ് ഇറങ്ങി വരിക. ഗീബത്ത് നമീമത്ത് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് മെയിനായിട്ട് അദ്ദേഹം അവിടെ ഭാഗത്ത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് ടൈം കിട്ടി എന്തെങ്കിലും പറയുക. ആ പറയുമ്പം മറ്റൊരാളെക്കുറിച്ച് പറയുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ നോമ്പ് പടച്ചവന് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് സോമുൽ ഖുസൂസ് എന്ന് രണ്ടാമതായിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് സോമു ഖുസൂസുൽ ഖുസൂസ്, കൂടുതൽ സ്പെഷ്യലായവരുടെ നോമ്പ്, അല്ലെങ്കിൽ അങ്ങനെ നോമ്പ്, അത് ഖൽബിൻ്റെ നോമ്പാണ്. നോമ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ നോമ്പല്ലാതായി മാറുന്നു, ചടങ്ങുകൾ കൊണ്ട് യാതൊരു ഉപകാരമില്ലാതായി മാറുന്നു. കാരണം നോമ്പിനെ നമ്മളെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ നമ്മളെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എപ്പോഴാണ് നോമ്പിൻ്റെ ആരാധനകളുടെ ഈമാനിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നത്? ലാഖ തഅമുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ നോമ്പിൻ്റെ മാധുര്യം എപ്പോഴാണ് അനുഭവിക്കുന്നതെന്ന്? അത് അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നോമ്പിൻ്റെ മാധുര്യം, ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത് പറഞ്ഞത് വബിൽ ഇസ്ലാമി ദീന, അള്ളാഹു തന്ന ദീന ഇസ്ലാം ഇതെൻ്റെ ദീനാണെന്ന് സ്വയം നെഞ്ചോട് ചേർക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ മാധുര്യം അനുഭവിക്കുകയുള്ളൂ. മൂന്നാമത് വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് എന്നത് എൻ്റെ റസൂലാണ് എന്ന് നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളുടെയും നമ്മുടെ ഈമാനിൻ്റെയും മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അവസാനത്തെ ഏറ്റവും സ്പെഷ്യലായ സ്ഥാനം എന്ന നിലയിൽ ഖൽബിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയാത്ത ഒരു ആരാധനയും ഒരാശയവും ഒരു ചിന്തയും എന്താവുകയില്ല, അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമാവുകയില്ല. കാരണം നമ്മൾ ഹജ്ജിനെക്കുറിച്ച് പറയുമ്പോഴും മബ്റൂറും മഖ്ബൂലുമായി മാറണമെന്നാണ്. ഹജ്ജ് പുണ്യം നിറഞ്ഞതും അതുപോലെ തന്നെ സ്വീകാര്യ യോഗ്യമാവുന്നതും അള്ളാഹു സ്വീകരിക്കുന്നതുമായി മാറണം. ഹജ്ജ് ചെയ്ത് 8 ലക്ഷം മുടക്കി തിരിച്ചു വരുന്നതിന് ഹജ്ജെന്ന് പറയില്ല അള്ളാഹുവിൻ്റെ കണ്ണിൽ. അത് വെറും ഒരു യാത്ര, ഒരാൾ ടൂർ നടത്തിപ്പോയി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹജ്ജും മബ്റൂറുമായി മാറുക. നമസ്കാരത്തെക്കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മകളിൽ നിന്നും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും, ഫഹ്ഷ എന്നത് പറയുന്ന സെക്ഷൽ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട പദപ്രയോഗമാണ് ഖുർആൻ അധികം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും തടയുന്നതാണ് നമസ്കാരം. ഒരാൾ നിസ്കരിക്കുകയും ഈ കാര്യങ്ങളിൽ നിന്ന് ഒട്ടും അകന്നു നിൽക്കാത്ത ഒരാളുടെ നമസ്കാരത്തിന് ആർക്കാണ് വേണ്ടത്? സക്കാത്തിൻ്റെ കാര്യം അതുതന്നെയാണ്. എങ്ങനെയെങ്കിലും കൊടുത്തു വീട്ടാനുള്ളതല്ല സക്കാത്ത്.
പൈസയുടെ, ക്യാഷിൻ്റെയും സമ്പത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ശുദ്ധീകരണത്തിനാണ് സക്കാത്തുള്ളത്. അങ്ങനെ ഷഹാദത്ത് കലിമ പോലും അതാണല്ലോ. ഷഹാദത്ത് കലിമ അള്ളാഹുവിനെ നമ്മൾക്കറിയാം, ഫിഖിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കലിമ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ചുണ്ടുകൊണ്ടും അറിഞ്ഞ് ചൊല്ലേണ്ടതാണ് ഷഹാദത്ത് കലിമ. ഈ തരത്തിൽ ഹൃദയത്തെ കണക്റ്റ് ചെയ്യാത്ത, ബന്ധിപ്പിക്കാത്ത ഒരു ആരാധനയും ഒരു ചിന്തയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഈ റമദാൻ മാസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശുക്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം പറയുന്നത്. അതുകൊണ്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ നോമ്പിനെ കുറിച്ചും വേറെയും സുന്ദരമായ വർത്തമാനം പറയുന്നുണ്ട്. നോമ്പ് എന്നത് അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ളൊരു സിറാണ്, രഹസ്യമാണ്. നാട്ടുകാരെ കാണിക്കാം, നമ്മുടെ നമസ്കാരം ഒരു ആക്ഷനാണ്. അത് ചെയ്യുന്ന എന്താണെന്ന് എല്ലാവരും കാണുന്നു. സക്കാത്ത് ക്യാഷ് കൊടുക്കലാണ്, അത് പബ്ലിക്കായി തന്നെ കൊടുക്കുക, എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഹജ്ജ് എല്ലാവരും അറിയുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ബാങ്ക് വിളിക്കുമ്പോൾ ഷഹാദത്ത് കലിമ നമ്മൾ തിരിച്ച് പറയാറുണ്ട്, എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നോമ്പ് അത് പടച്ചവനും ചെയ്യുന്ന ആൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പെന്ന് പറയുന്നത് അത് ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അള്ളാഹു പറയുന്നത് ആദമിൻ്റെ അടിമകൾ, ആദമിൻ്റെ മക്കളെല്ലാവരും, എല്ലാ അമലുകളും അത് അവർക്കുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നോമ്പിൻ്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത്. കാരണം എനിക്കറിയാം നോമ്പ് എടുക്കുവാനും നോമ്പ് പിടിക്കുവാനും നോമ്പ് നിലനിർത്തുവാനും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. അതിന് കയ്യും കണക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർക്ക് ധാരാളം പ്രതിഫലം മറ്റതിനേക്കാളും കൂടുതൽ ഞാൻ കൊടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സിറ് എന്ന് ഇമാം ഗസാലി വിശദീകരിച്ചത്. 2 നോമ്പിന് അദ്ദേഹം പറയുന്നത് ഫൈന്നഹു ഖഹ്റുൽ യഅദുവില്ലാഹ്. ഇഹ്യാ ഉലൂമുദ്ദീൻ അദ്ദേഹം പറയുന്നത് അത് ശത്രുവിനെതിരെയുള്ള ഒരു ടൂളാണ് നോമ്പ്. അതായത് അള്ളാഹുവിൻ്റെ ശത്രു പിശാചിന്, ശൈത്താനെതിരെയുള്ളൊരു ടൂൾ, ഒരു ആയുധം എന്ന നിലയിലാണ് നോമ്പ് വരുന്നത്. അതുകൊണ്ട് അസിയാമു ജുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പെന്ന് പറയുന്നത് ഒരു പരിചയമാണ്, ഒരു ഷീൽഡാണ്. കാരണം നമ്മളുടെ ബാക്കിയുള്ള എല്ലാത്തിനെയും അകറ്റി നിർത്തുവാൻ, എല്ലാ ശൈത്വാനീയത്തിനെയും അല്ലെ പൈശാചിക പ്രവർത്തനത്തെയും അകറ്റി നിർത്തുവാനുള്ള ഒരു സാധ്യതയാണ് നോമ്പ്. ആ തരത്തിൽ നോമ്പിനെ സ്വീകരിക്കണമെന്നാണ് ഇമാം ഗസാലി രണ്ടാമതായതിനെ വിശദീകരിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് നോമ്പിനോടുള്ള നമ്മുടെ സമീപനമാണ്. നോമ്പ് നമുക്ക് എന്താണ് തരുന്നത്? നോമ്പിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ കാണാം. അത് ഷഹ്റുൽ മഗ്ഫിറ, ഒന്ന് പാപമോചനത്തിൻ്റെ മാസമാണ്. നമ്മൾ ചെയ്ത കഴിഞ്ഞ മാസങ്ങളോളം ചെയ്ത എല്ലാ കുറ്റങ്ങളും, അതായത് എല്ലാ കുറ്റങ്ങൾ ചെയ്തിട്ട് പൊറുക്കുവാനുള്ള മാസം എന്നർത്ഥത്തിലല്ല, കുറ്റങ്ങൾ സംഭവിച്ചു പോയാൽ അത് പൊറുക്കുവാനുള്ള മാസം എന്ന അർത്ഥത്തിലാണ്. എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് റമദാനിൽ പുറത്തു തരാൻ അത് കാത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹ്റുൽ മുസാവാസ്. ഇത് കമ്പാഷൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാസമാണ്. മറ്റൊന്ന് ഷഹ്റുൽ ജൂദ്, ഒരാളുടെ ഉദാരതയുടെ, ഔദാര്യത്തിൻ്റെ, ദയാവാപ്പിൻ്റെ മാസമാണ്. ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് പറയുന്നത് കാണാൻ കഴിയും. ഇതൊക്കെയും വിശദീകരണങ്ങളൊക്കെയും നിങ്ങൾ എങ്ങനെ റമദാനെ സ്വീകരിക്കുന്നു എന്ന് നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും പോലും ഏറ്റവും നന്നായി വർക്ക് ആര് ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഖുർആൻ മറ്റു പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ ജീവിതത്തെ തന്നെ പരീക്ഷണമായിട്ടും നമ്മളുടെ സൃഷ്ടിപ്പിൻ്റെ പരീക്ഷണമായിട്ടും ഒക്കെയും വിശദീകരിച്ച് പറയുന്നത് കാണാൻ കഴിയും. ആ സൃഷ്ടിപ്പിലെ ഒരു വിശ്വാസി എന്ന നിലയിൽ ആദ്യം അള്ളാഹുവിനുള്ള ശുക്ർ ചെയ്യാനുള്ള ആരാധന കർമ്മങ്ങളിൽ പ്രധാനമാണല്ലോ നോമ്പെന്ന് പറയുന്നത്. ആ നോമ്പിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നോമ്പിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാബാൻ മാസം അതിനുള്ള പ്രധാന തയ്യാറെടുപ്പിൻ്റെ മാസമാണ്. മറ്റൊരു വിഷയം, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഉംറ ചെയ്യുമ്പോഴുമാണ് സാധാരണ നമ്മുടെ കുടുംബക്കാരെ അടുത്തൊക്കെ പോയി കാണുകയും സോറി പറയുകയും ചെയ്യുന്നത്, പുറത്തു തരണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ റമദാനിൽ അത് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല, കാണാറില്ല. എല്ലാ ഇബാദത്തിനും മുമ്പ് ആ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമാവാതെ ഇബാദത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്നതാണ്. അത് നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ശരി. ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് കുടുംബക്കാരെയും നാട്ടുകാരെയും അയൽക്കാരെയും പോയി സന്ദർശിക്കുന്നത് പോലെ തന്നെ
നമ്മളോട് പിണങ്ങി നിൽക്കുന്ന, നമ്മൾ പിണങ്ങിയ, കുടുംബകലഹമുള്ള അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കങ്ങളാണെങ്കിലും ശരി, അവരോട് പോയി സോറി പറയാൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആദ്യം സോറി പറയുന്നവന് പുണ്യം കൂടുതലാണ്. വന്ന് പറഞ്ഞതിന് ശേഷം ശരി ഓക്കെ എന്ന് പറയാൻ കാത്തിരിക്കാൻ വിശ്വാസം തയ്യാറാവരുത് എന്നാണ്. 3 ദിവസത്തിലധികം പിണങ്ങിക്കാൻ പാടില്ല എന്നുണ്ട്. റമദാൻ വരട്ടെ എന്നിട്ട് ഇണങ്ങാം എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ തന്നെ റമദാൻ്റെ തയ്യാറെടുപ്പുകളിൽ പ്രധാനമായി ഒന്ന് നമ്മളുടെ ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, അള്ളാഹുവിനോടുള്ള കരാർ, വബിഹദില്ലാഹി ഔഫൂ, അള്ളാഹുവിനുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക എന്നാണ്. അള്ളാഹുവിനുള്ള കരാറുകൾ നമ്മളെങ്ങനെയാണ് പൂർത്തീകരിക്കുക? നമ്മളോട് തന്നെയുള്ള കരാറുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തീകരിക്കാൻ കഴിയൂ. നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ സഹജീവികളോട് അവരെ മുറിപ്പെടുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുകയും എന്നിട്ട് പോയി നിസ്കരിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു 30 ദിവസം, ഒരു മാസം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്നിട്ട് നന്നാവാത്തവൻ എത്രത്തോളം പരാജയിതനാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മാസം മുഴുവനും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നിട്ട് എന്നിട്ടും സ്വഭാവം നന്നാവാത്തവൻ്റെ അവൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം, അതായത് വ്യക്തിപരമായ വിശുദ്ധി നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. നമസ്കാരം, നോമ്പ്, ഈ ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ നമ്മളെ നന്നാക്കുന്നതാണ് ശരി. പക്ഷേ ഈ ആരാധനകളെല്ലാം നമ്മളെ നന്നാക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരുടെ നമ്മുടെ സ്വഭാവം നന്നാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ആര് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വയദിഹി. തൻ്റെ കൂടെയുള്ള മുസ്ലിം എൻ്റെ നാക്കിൽ നിന്നും എൻ്റെ വായിൽ നിന്നും എപ്പോഴാണോ സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ മാത്രമേ ഞാൻ മുസ്ലിം ആവുകയുള്ളൂ. അൽ മുസ്ലിമു മൻ സലിമൻ നാസ മിൻ ലിസാനിഹി വയദിഹി. എൻ്റെ കൂടെയുള്ള ജനങ്ങൾ എൻ്റെ നാക്കിൽ നിന്ന് കയ്യിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ മാത്രമേ ഞാൻ മുസ്ലിം ആവുള്ളൂ. അതായത് എൻ്റെ ഇസ്ലാം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ തരത്തിൽ മുസ്ലിം ആവാതെ മുസ്ലിമിൻ്റെ ആരാധന നിർവഹിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പ്രധാന ഒരു സ്തംഭമായ പില്ലറായ നോമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുസ്ലിം ആവാൻ ആദ്യം ശ്രമിക്കുക. മൻ ഗശ്ശ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. അതുപോലെ തന്നെ തെറി വിളിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഗീബത്ത് നമീമത്ത് പറയുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. വലാ തുതീഉ ഹല്ലാഫിൻ മശ്ശാഇൻ ബിനമീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഖലമിൽ. അതായത് ഇങ്ങനെ നാട് നീളെ നടന്ന് ഗീബത്തും നമീമത്തും പറയുന്നവനെ അനുസരിക്കാൻ പാടില്ല എന്ന് നബിയോട് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അത് സൂക്ഷിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹുജറാത്തിൽ ഗീബത്തിനെ നമീമത്തിനെ വിശദമായി തന്നെ പറയുന്നുണ്ടല്ലോ. വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങൾ പരസ്പരം ഗീബത്തും നമീമത്തും പറയരുത്. അതിന് തൊട്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഗീബത്തിൻ്റെ വർത്തമാനം പറയുന്നതിന് മുമ്പ് അതിന് വേറൊരു കാര്യം പറയുന്നുണ്ട്. യാ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് ഒരു തോന്നിയാസി, ഫാസിഖ, തെമ്മാടി, തോന്നിയാസി, തോന്നിയതുപോലെ ചെയ്യുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം, ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങളതിനെ ഇങ്ങനെ വിഴുങ്ങരുത്. ഫതബയ്യനൂ, അതായത് ഫോർവേഡ് മെസ്സേജുകൾ സൂക്ഷിക്കണമെന്നാണ് അർത്ഥം. നിങ്ങൾ തരുന്ന മെസ്സേജിനെ വ്യക്തത വരുത്തണം. അല്ലെങ്കിലോ ആർക്കെതിരെയാണോ മെസ്സേജ് വന്ന് അവർക്കെതിരെ ഗുൽമ് നിങ്ങളിൽ നിന്ന് സംഭവിച്ചേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അവസാനം നിങ്ങൾ ഖേദിക്കുന്നവരായി മാറും. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷമാണ് വലാ തജസ്സസൂ, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. ആദ്യം മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക. വജ്തനിബൂ കസീറൻ മിനൽ ളുന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദ്യം നിങ്ങൾ ഊഹാപോഹങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുക. വലാ തജസ്സസു, കാരണം ആദ്യം നമ്മൾ ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കും ഒരാളെക്കുറിച്ച്. എന്നിട്ട് ആ ചിന്തകൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടി അയാളുടെ സകലവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലേക്കും ഇറങ്ങിച്ചെല്ലും അവരുടെ അനുവാദമില്ലാതെ. എന്നിട്ട് തജസ്സസു എന്ന് വെച്ചാൽ ചുഴിഞ്ഞന്വേഷിക്കാനാണ്. നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. അങ്ങനെ വേണ്ട വിവരങ്ങളൊക്കെ തപ്പിയെടുക്കും. എന്നിട്ടെന്ന് പറയും വലാ യഗ്തബ് ബഅദുകും ബഅദ, എന്നിട്ട് ഏഷണിയും നമീമത്തും പറയാൻ തുടങ്ങും. അങ്ങനെ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ചെയ്യുന്നവൻ ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? മരിച്ചു കിടക്കുന്ന സ്വന്തം സഹോദരൻ്റെ ശവശരീരം തിന്നുന്നവനെ പോലെയാണ്. അപ്പോൾ കരിഹ്തുമു, നിങ്ങളത് വെറുക്കും. കാരണം മനുഷ്യന് ഇഷ്ടപ്പെടുന്നതല്ല സ്വന്തം സഹോദരൻ്റെ മയ്യത്ത് തിന്നുക എന്ന് പറയാൻ.
ശവം തിന്നുക എന്നതിനാണ് ഗൈബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീകരിച്ചത്. ആ പരിപാടി ചെയ്യുന്നവർ ഇപ്പോഴേ കുറയ്ക്കുക. ഷാബാനിൽ അങ്ങനെ സ്വഭാവമുള്ളവർ അത് കുറച്ച് വന്ന് റമദാനിലെ നല്ല വിശുദ്ധമായ ഹൃദയത്തോടെ സമീപിക്കുക, അല്ലെങ്കിൽ ഉള്ള നോമ്പ് നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ് നമ്മുടെ വ്യക്തിഗത, അതായത് ഇതരരോടുള്ള മറ്റുള്ളവരോടുള്ള ബന്ധം ശുദ്ധീകരിക്കാതെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് യാതൊരു ഉറപ്പും നിങ്ങൾക്ക് വെക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാരണം റൈനൻ നഫ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്, മാനസിക സൗന്ദര്യം എന്നത് അത് മനസ്സിലും ശരീരത്തിലും ഒരുപോലെ വേണം. തൻ്റെ കൂടെയുള്ള സഹോദരൻ്റെ അവൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാത്ത ഒരാൾക്ക് നോമ്പെടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയൽപ്പക്കത്ത് ഒരാൾ വിശന്ന് കിടക്കുമ്പോൾ വയറ് നിറച്ച് കിടക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. കാരണം ഈ പറയുന്ന സഹാനുഭൂതി, സ്നേഹം, കമ്പാഷൻ ഇതൊന്നും ഇല്ലാത്തവന് നോമ്പ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ആദ്യം ഇപ്പോഴേ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. മുസ്ലിം കുടുംബബന്ധം പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. കാരണം റമദാൻ മാസം കുടുംബബന്ധം വിളക്കി ചേർക്കുന്ന, വീണ്ടും ബെൻഡ് ചെയ്യുന്ന ഒരു മാസമായിട്ട് മുസ്ലിം കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇഫ്താർ പാർട്ടികൾ നടത്തുവാൻ നമ്മൾ കൽപ്പിച്ചത്. ഇഫ്താർ നടത്തുമ്പോൾ വിളിച്ചതിൻ്റെയും കൊടുത്തതിൻ്റെയും ഒക്കെ പുണ്യം നമുക്ക് കിട്ടുമെന്നുള്ള ധാരാളം ഹദീസുകളുണ്ട്. എന്തിനാണത്? കുടുംബബന്ധം ചേർക്കാനാണ്. വേറൊരു കാര്യം, ഇഫ്താർ പാർട്ടി വിളിക്കാൻ മാത്രമല്ല, ആരെങ്കിലും വിളിച്ചാൽ പോകാനും കൂടെ നമുക്ക് കഴിയണം. നമ്മൾ എത്ര പേർ നമുക്കിടയിലുള്ള വീടുകൾ യാത്ര ചെയ്തിട്ടുണ്ട്? നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. മറ്റൊരാളുടെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ വിളിച്ചില്ലെങ്കിലും പോകാനുള്ള മെൻറ്റാലിറ്റി നമുക്കുണ്ടോ? നമ്മളെപ്പോഴും സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നു, സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. എത്ര പേർ നമുക്കിടയിൽ മറ്റൊരുത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട്? ഈ ഒരു ആത്മവിചാരണയും കൂടി നടത്തേണ്ട മാസമാണ് ശഅബാൻ മാസം. പരസ്പരം സന്ദർശിക്കുക. എല്ലാവരും എൻ്റെ വീട്ടിൽ വരട്ടെ, എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും ഞാൻ സ്നേഹം വിതരണം ചെയ്യും, നല്ല കാര്യമാണ്. പക്ഷെ കൂടെ ഇരിക്കുന്ന ആളെ, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? വിളിച്ചില്ല എന്നും പറഞ്ഞ് വിളിക്കാൻ കാത്തിരിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ ആരെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നില്ല എന്ന് പറഞ്ഞാൽ പോയി അന്വേഷിക്കാൻ പറയും. അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് വരാൻ പറയും. വീട് അറിയില്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കാൻ പറയുമായിരുന്നു. ഈ തരത്തിൽ കുടുംബബന്ധം മാത്രമല്ല, നമ്മുടെ അയൽപ്പക്ക ബന്ധം, നമ്മുടെ സൗഹൃദ ബന്ധം പോലും ശക്തമാക്കാതെ റമദാനിലേക്ക് കടക്കാതിരിക്കുക. ആ തരത്തിൽ നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധമാക്കുക, സുശക്തമാക്കുക. അങ്ങനെ റമദാനെ നമുക്ക് സമീപിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. ഇമാം റാസി ഈ റമദാനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ബുദ്ധിയെയും ചേർത്ത് പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, ലഅല്ലക്കും തഷ്കുറൂൻ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ നോമ്പെടുക്കുന്നവരുടെ മാനസിക വളർച്ച, അവരുടെ ശാരീരിക വളർച്ചയും വളരെ ഭൗതികമായി തന്നെയും അതുപോലെ തന്നെ ആത്മീയമായി വളരുന്നതാണ് നോമ്പെടുക്കുന്നതിലൂടെ. ഇമാം റാസി അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്ന വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? കാരണം നമ്മുടെ ആത്മീയ വളർച്ച മാത്രമല്ല, നമ്മുടെ മനസ്സും കൂടെ വളരാൻ കഴിയണം. ഷെയ്ഖ് മുഹമ്മദ് അബ്ദു പറഞ്ഞു, നമ്മുടെ ബുദ്ധി പോലും മുഅ്മിനത്തായി മാറണം. അതായത് നോമ്പിനോട് സമീപിക്കുന്നതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള ഹുസ്നുൽ നിയ്യത്തുമുണ്ട്, ഹുസ്നുൽ ളന്നുമുണ്ട്. നമ്മുടെ ഉദ്ദേശശുദ്ധി അത് നല്ലതാവണം. നോമ്പിന് എന്തിനാണ് എടുക്കുന്നത്? നോമ്പെടുക്കുന്നതിന് മുമ്പ് എൻ്റെ നിയ്യത്തുകൾ ശുദ്ധമാണോ എന്ന് സ്വയം ആലോചിക്കാൻ നമുക്ക് കഴിയണം. രണ്ട് ഹുസ്നുൽ ളന്ന്, നോമ്പുള്ളപ്പോൾ പോലും നമ്മുടെ ചിന്തകൾ വിശുദ്ധമായി മാറുന്നുണ്ടോ, സുന്ദരമായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയണം. ഈ ഹുസ്നുൽ നിയ്യത്തും ഹുസ്നുൽ ളന്നും ഇല്ല എങ്കിൽ നോമ്പിനെ സമീപിക്കുന്നതിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ആ തരത്തിൽ നോമ്പിനെ സ്വീകരിക്കുന്ന വിശ്വാസികളാക്കി നമ്മെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. ഈ തരത്തിലുള്ള ആയത്തുകളിലൂടെ നമുക്ക് ധാരാളം നോമ്പിനെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ നോമ്പ് നമുക്ക് തരുന്ന ഈ ഒരു സ്ഥാനങ്ങളുണ്ടല്ലോ, അനുഗ്രഹത്തെ സ്വീകരിക്കാൻ കഴിയണം. കാരണം നോമ്പിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ, സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്, അത് നോമ്പുകാർക്ക് മാത്രമായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെ ഹദീസുകൾ നമുക്കുണ്ട്. നോമ്പുകാരൻ്റെ വായിലുള്ള സ്മെല്ല് പോലും അത് കസ്തൂരിയേക്കാൾ മണമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നോമ്പുകാരനെ ഒരാൾ വഴക്കിടാൻ വന്നാൽ ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് സെൽഫ് കൺട്രോൾ ഉണ്ടാവാൻ ഒരു വിശ്വാസി കഴിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്.
നോമ്പുകാരൻ്റെ പ്രയാസങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നിയമങ്ങൾ തന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല, പക്ഷേ നോമ്പ് പിന്നീട് അത് എടുക്കുക എന്ന് വിശുദ്ധി പറഞ്ഞു. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും നോമ്പിൽ ഇത്രയും ഇളവുകൾ തരുന്നത്? ഒരു റമദാൻ മാസം മുഴുവൻ നോമ്പെടുക്കാൻ പറയുകയും എന്നാൽ നോമ്പെടുക്കാൻ പറയുന്ന മാസത്തിൽ തന്നെ നിങ്ങൾ ചിലർക്ക് നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നത് അള്ളാഹു നമ്മളോട് കരുണയുള്ളവനായതുകൊണ്ടാണ്. ആ കാരുണ്യത്തിന് എന്ത് പ്രതിഫലമാണ് നമ്മൾ അങ്ങോട്ട് നൽകുന്നത്? നോമ്പിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമാണ് ദിക്റിനെ കുറിച്ച്. നോമ്പിൻ്റെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പറയണ്ട. ഹജ്ജിൻ്റെ കാര്യം പറയുമ്പോൾ പോലും നിങ്ങൾ ഫദ്കുറുല്ലാഹ ദിക്രിക്കും ആബാഅക്കും ഔ അഷദ്ദു ദിക്റ, നിങ്ങൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാപ്പാമാരെ ഓർക്കുന്നതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം എന്നെ ഓർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ജുമാ നിസ്കാരത്തിന് ശേഷം വദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ജുമാ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക, നിങ്ങൾ ചെയ്ത പണി ചെയ്യുക, എന്നിട്ട് അവിടെ നിങ്ങൾ എന്നെ ഓർക്കുക. എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ഓർക്കുക, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മതയുണ്ടാവുക, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വിജയിച്ചേക്കാമെന്ന് പറയുന്നു. നോമ്പിൻ്റെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുകബ്ബിർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലി തുകബ്ബിറു അലാ മാ ഹദാക്കും, അള്ളാഹുവിനെ വീണ്ടും വാഴ്ത്തുക. അള്ളാഹുവിനെ നോമ്പ് നമ്മുടെ മുമ്പിലേക്ക് തന്നതും നോമ്പെടുക്കുന്ന സാഹചര്യത്തിലും എടുത്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ നിരന്തരം ദിക്ർ ചെയ്യുന്നവരായി മാറുക. നമ്മൾ നമസ്കാരത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫസബ്ബിഹു വ അദ്ബാറ സുജൂദ്, എല്ലാ സുജൂദിന് ശേഷവും നമസ്കാരത്തിന് ശേഷവും നമ്മളോട് തസ്ബീഹ് ചെല്ലുവാൻ നമ്മളോട് പറയുന്നുണ്ട്. അതായത് എല്ലാ ആരാധനാ കർമ്മങ്ങൾക്ക് അവസാനവും ദിക്ർ ചെല്ലുവാൻ, തസ്ബീഹ് ചെല്ലുവാൻ, തഹ്മീദ് ചെല്ലുവാൻ, തക്ബീർ ചെല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ നോമ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നോമ്പ് ഒരു ദിക്റാണ്. ഖുർആനെ ദിക്റായി പരാമർശിക്കുന്നത് കാണാം, അതുപോലെ തന്നെ ഇസ്ലാമിനെയും ദിക്റായി പരാമർശിക്കുന്നത് കാണാം. നമ്മുടെ ജീവിതം തന്നെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ദിക്റായി മാറുക എന്നതാണ്. അതുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷം പോലും ദിക്റായി മാറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പ് കഴിഞ്ഞ് ഇനി ആഘോഷിക്കേണ്ട സാഹചര്യത്തിൽ പോലും അവിടെ തക്ബീർ ചെല്ലുവാനാണ് ആദ്യം നമ്മളോട് കൽപ്പിക്കുന്നത്. അതായത് തക്ബീർ എന്തിനാണ്? ഞാൻ ഒന്നുമല്ല, നീയാണ് വലിയവൻ എന്നതുകൊണ്ടാണ്. തസ്ബീഹ് എന്തിനാണ്? എനിക്കൊരുപാട് കളങ്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ നീ മാത്രമാണ് പരിശുദ്ധൻ എന്ന് വാഴ്ത്തുവാൻ വേണ്ടിയാണ്. തഹ്മീദ് എന്തിനാണ് നമ്മൾ ഹംദ് ചെല്ലുന്നത്? പടച്ചവനെ, ഞാൻ സ്തുതിക്കപ്പെടേണ്ടവനല്ല, നീ മാത്രമാണ് സ്തുതിക്കപ്പെടേണ്ടവൻ, നിനക്ക് മാത്രമാണ് എല്ലാം ലഭിക്കേണ്ടവൻ എന്ന് സ്വയം ബോധം വരുത്താനാണ്. ആരെങ്കിലും സ്തുതിക്കുമ്പോൾ അതിന് വലുതാവണം എന്ന് പറയുന്ന ഫീലിംഗ് നമുക്കുണ്ടാവും, ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സന്തോഷങ്ങളും വിജയവും ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ. ജീവിതത്തിൽ വലിയ വിജയങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആദ്യം എൻ്റെ പേരിൽ തസ്ബീഹും തഹ്മീദും ചൊല്ലണം, എന്നിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. കാരണം ഈ സന്തോഷങ്ങളൊക്കെ ഉണ്ടായത് അത് അള്ള തന്നിട്ടാണ്, ഞാൻ തന്നിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം. നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസിക്ക് രണ്ട് സന്തോഷം. ഈ സന്തോഷം പടച്ചവൻ നമ്മുടെ മുമ്പിലേക്ക് റമദാൻ വെച്ച് നീട്ടിയത് കൊണ്ട് മാത്രമാണ്, നമ്മുടെ ആയുസ് അങ്ങോട്ട് എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇനിയും 2-3 ആഴ്ചകളുണ്ട്. ഇപ്പോൾ വലിയതിന റമദാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, പടച്ചവനെ റമദാൻ നമ്മളിലേക്ക് എത്തിക്കണമേ എന്ന്. അതിൻ്റെ ഉള്ളിൽ ആർക്കും അള്ളാഹുവിൻ്റെ വിളി വരാം. നമ്മുടെ നിരന്തരം പ്രാർത്ഥനയിൽ ഉണ്ടാവേണ്ടതാണ്, റമദാൻ പടച്ചവനെ നമ്മളിലേക്ക് എത്തിക്കണേ എന്ന്. കാരണം ആ റമദാനിൽ എനിക്ക് എന്നെ നന്നാക്കണം, എന്നെ കൺട്രോൾ ചെയ്യണം, നല്ലൊരു വിശ്വാസിയായി റമദാനിൽ നിന്ന് പുറത്തെത്തണം. അവിടെയും ദിക്റോടുകൂടി പെരുന്നാളിനെ എനിക്ക് സ്വാഗതം ചെയ്യണം. ആ ദിക്റിൻ്റെ ബോധം എനിക്ക് നിലനിർത്തണം എന്ന് നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിൽ നിരന്തരം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.